വിചാരിച്ചില്ല ഇന്ന് ഈ ഭൂമിയിലുണ്ടാവുന്നത്. പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ ആരെയൊക്കെയോ പ്രാർത്ഥന, എന്തോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥന. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ തന്നെ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയേനെ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ഡേക്ക് ഒരു സ്പെഷ്യലുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മാതാജി ഇവിടെ ഇല്ല, എൻ്റെ അമ്മ ഇവിടെ ഇല്ല. അപ്പം അമ്മ ഇല്ലാത്ത ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ഒരു ഡേ ഫുൾ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല, അടുക്കളയിൽ കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത്, ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ കോഴികളാണ്. അപ്പോൾ അവർക്കുള്ള ആഹാരമാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് ചോറ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ കയറി. ഒരു വശത്ത് കട്ടനുണ്ട്, ഒരു വശത്ത് സാമ്പാർ. എന്താ പറയുക, എൻ്റെ അമ്മയുടെ സാമ്രാജ്യമാണ് ഈ ഒരു ചെറിയ അടുക്കളയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും വലിയ അടുക്കളയൊന്നുമല്ല എൻ്റെ വീട്ടിൽ, മീൻസ് കിച്ചണല്ല. അപ്പം ഞാൻ ഇഡലിക്ക് മാവ് കോരി ഒഴിക്കുകയാണ്. ഇഡലിയാണ് ഇന്നത്തെ കാപ്പി, ഇഡലി സാമ്പാറും. അപ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന സാമ്പാർ, എന്ത് പറയാൻ, ഫസ്റ്റായിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അത് അമ്മയില്ലാതെ തന്നെത്താൻ ഉണ്ടാക്കുന്നതാണ്. എന്തൊരാവോ എന്തോ. സാമ്പാർ ഉണ്ടാക്കിയിട്ട് നേരെ ഞാൻ തോരനും കൂടെ വെച്ചായിരുന്നു. ക്യാബേജ് തോരനാണ് വെച്ചത്. അപ്പോൾ ഇഡലി സാമ്പാർ ഞാൻ കഴിക്കുന്ന സമയം 12 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് എൻ്റെ സമയമായ ഗൈസ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒത്തിരി ലേറ്റായിട്ടാണ് കഴിച്ചത്. കാരണം എല്ലാ ആഹാരവും ഉണ്ടാക്കി വന്നപ്പോൾ ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇഡലിയും സാമ്പാറും കഴിച്ച് എന്നിട്ട് ഞാൻ നല്ല ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. എന്നിട്ട് അമ്മ പണ്ട് മുതലേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ശീലമാണ്, എല്ലാവരും വെജിറ്റബിൾസ് ആയിരുന്നാലും മീനായിരുന്നാലും എല്ലാം തലേദിവസം തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് പാടില്ല. അപ്പം മീൻ പൊരിച്ച് പിന്നെ അതെന്താ പറയുക, മീൻ കറിയും വെച്ചായിരുന്നു. അപ്പം ഇതെല്ലാം ഞാൻ ആഹാരം കഴിച്ച ശേഷമാണ് ചെയ്തത് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിന് മീൻകറി, സാമ്പാർ, തോരൻ, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ വന്നിരുന്ന് തിന്നെയാണ്. മുഖത്ത് പുട്ടി കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കില്ല, ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ വേറൊരു ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സവാള എടുത്ത് തിന്നു, അത് കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചത് എടുത്ത് ഞാൻ വെച്ചുകൊണ്ട് അതിൻ്റെ പുകത്തുന്നേയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, എന്നെ എന്താ പറയുക, എല്ലാവരും പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, ഒരു ജന്മപുണ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നാളുകൊണ്ട് എല്ലാ വീഡിയോസും എല്ലാവരും പറയുന്നുണ്ട് കണ്ടിന്യൂഷൻ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാത്ത, ലോങ് വീഡിയോസ് ആയിരുന്നാലും വീക്കിലി ഇടാത്തതും അതുകൊണ്ടാണ്, ആ ഒരു റീസൺ കൊണ്ടാണ്, അല്ലാതെ വേറൊരു പ്രോബ്ലം കൊണ്ടല്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ്. കാരണം ആ ഒരു സംഭവം എനിക്കത് വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഇരിക്കുന്ന ഞാൻ തന്നെ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ എപ്പോഴാണ് ഞാൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യം എനിക്ക് ആ ഒരു സംഭവം നടന്ന ശേഷം എനിക്ക് വിശ്വസിക്കാനും പറ്റില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ദൈവം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംഭവം ഉണ്ടായ ശേഷമാണ്. കാരണം ഞാൻ തലേദിവസം കുറെ പ്ലാനിങ് ആയിരുന്നു, എല്ലാം എന്താ പറയാ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, രാവിലെ എണീറ്റ് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ
പ്ലാൻ ചെയ്തെന്നാണ് എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയി പോയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് എന്താ പറയാ, അത് ഫ്ലോപ്പ് ആയെന്ന് തന്നെ വേണം പറയാം. അപ്പം ഞാൻ ഈ തലേ ദിവസം രാത്രി ഞാൻ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഒരു 2 മണി ആ ഒരു ടൈമിനാണ് കിടന്നത്. അപ്പം എന്നിട്ട് ഉറങ്ങി വന്ന ഒരു 3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തെ ഈ ലൈറ്റർ അടിക്കുന്ന സൗണ്ട് കേട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി വീണ്, ഇതാരില്ല ലൈറ്റർ അടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ചാടി വീണ് എണീറ്റ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്റെ റൂമിന്റെ അപ്പുറത്തെ, എന്റെ റൂമല്ല സത്യം പറഞ്ഞാൽ, എന്റെ റൂമിൽ ഫാനെല്ലാം കട്ടായി കിടക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പം അച്ഛന്റെ റൂമിലാണ് കിടക്കുന്നത്, അച്ഛൻ ഹാളിലാണ് കിടക്കുന്നത്. അപ്പൊ അച്ഛനായിരിക്കാനാണ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റൂമിൽ ലോക്ക് മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ ലൈറ്റർ ഇട്ടടി. ഞാൻ പറഞ്ഞു എന്താ ചെയ്യും പാതിരാത്രി 3 മണിക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് എനിക്ക് വെള്ളം വേണം, ചൂട് വെള്ളം വേണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തേയില ഇടാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ രാത്രി ഗ്യാസിന്റെ ഇത് താഴെ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു, കുറ്റി ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഓർമ്മയുള്ളതാണ് ഞാൻ പറഞ്ഞ ഈ അച്ഛൻ എന്തോന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരടുപ്പ് തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കുറെ വഴക്ക് കൊടുത്തു, എന്തിനു വെച്ചാൽ എന്നെ കൂടെ കൊല്ലാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ തീരുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ അത് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് കത്തിച്ച് ഞാൻ ഓർക്കപ്പിച്ചില്ലായിരുന്നു. ആ ഒരു ഇതിൽ ഞാൻ അങ്ങ് പോയി. അപ്പൊ ഞാൻ ഈ തലേദിവസം ഈ ഒരു സംഭവത്തിന് ശേഷം രാവിലെ ഒരു 6:15 എണീറ്റ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കണം, അതാണ് എന്താ പറയുക മുഖ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എന്തോ എന്റെ മനസ്സ് പറയുന്ന വെളിയിൽ പുറത്ത് പോകാനും പറയുന്നത്. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ടാണ് പുറത്ത് പോയത്. എന്നിട്ട് ഫോണ് എന്റെ മനസ്സ് ഫുൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ നേരെ ഫോൺ കൊണ്ട് പുറത്ത് കൊണ്ട് ഞങ്ങളെ സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഫോൺ കൊണ്ട് വെച്ചിട്ട് പതിയെ ഞാൻ ഫാൻ ഓഫ് ചെയ്തില്ല എന്ന് ആലോചിക്കണം. ഫാൻ ഓഫ് ചെയ്ത് പതിയെ പോയി ചെന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും നന്നായിട്ട് കോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ മൂക്കടഞ്ഞിരിക്കും, സ്മെല്ലൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് 2 ഗ്യാസും ഓൺ ആയിട്ടിരിക്കണം. കുറ്റി ഓൾറെഡി നേരത്തെ തലേദിവസം ഓൺ ആക്കി വെച്ചതുകൊണ്ട് നന്നായിട്ട് ഗ്യാസ് പൊയ്ക്കൊണ്ടേ ഇരിക്കണം. കാരണം നമ്മളെ ഒരു അടുക്കള നിങ്ങൾ കണ്ടതാണ് വീഡിയോയിൽ, ചെറിയ അടുക്കളയാണ്. അപ്പൊ അതുകൊണ്ട് ഈ എയർ ഇങ്ങനെ തങ്ങി നിൽക്കും. എല്ലാ എയർ ഹോളെല്ലാം അടച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ എന്താ പറയാ ഈ ചെറിയ എന്തോന്ന് പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി എയർ ഹോൾ എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അടുക്കള അങ്ങനത്തെ എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് എല്ലാം ഓഫ് ചെയ്തിട്ട് അപ്പനെ വെളിയിലിറങ്ങി ഞാൻ പോയി ചേച്ചിയെ വിളിച്ച് കാര്യം ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ച് എന്ത് ചെയ്യണം. മീൻസ് അച്ഛന്റെ ഒരു കുഴപ്പമല്ല, കാരണം ഞാൻ എന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞാനും അത് ശ്രദ്ധിക്കണമായിരുന്നു, അല്ലാതെ ഇങ്ങനെ ഒരു വലിയൊരു ആപത്താണ് മാറിപ്പോയത്. അപ്പൊ അങ്ങനെ എന്താ പറയാ വലിയൊരു ആക്സിഡന്റ് എന്ന് പറയുന്നത് ഞാൻ ഇനി ഭൂമിയിൽ നിക്കത്തില്ലായിരുന്നു. കാരണം എന്തോ ആ ഒരു സംഭവം ഞാൻ ഒരിക്കലും അച്ഛനെ കുറ്റം പറയാം. കാരണം അച്ഛന് കുറച്ച് മറവിയുടെ പ്രശ്നമുണ്ട്, എനിക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല രീതിക്ക് മറവിയുണ്ട്. അപ്പൊ അത് അടിയിട്ടാത്തതിന്റെ ഒരു കുഴപ്പമാണ്. നിങ്ങൾ അടിയിട്ടാത്തതിന്റെ കുഴപ്പമാണ്. അപ്പൊ ചെറിയ രീതിയിൽ മറവിയുണ്ട്, മനുഷ്യനല്ലേ മറന്നു. അപ്പം എന്തോ ഒരു ഭാഗ്യത്തിനാണ് സത്യം പറയാമല്ലോ. ഇനിയെങ്കിലും ഞാനത് പിന്നെ അതിനുശേഷം ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് കുറ്റിയെല്ലാം ഓഫ് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഇത് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായതുപോലെ ഇനി നിങ്ങളും അത് ശ്രദ്ധിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെ കൂടെ ദൈവം എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഉള്ളൊരു മൈൻഡേ അല്ലായിരുന്നു. കാരണം അത്രയും പേടിച്ചുപോയി. കാരണം ഇനി ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചത് ദൈവം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആരെയൊക്കെ പ്രാർത്ഥന ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ജീവനോടെ ഇരുന്നത്. അല്ലാതെ ആ ഫാൻ ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഫാൻ ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോയേനെ. പിന്നെ ഈ കുറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ എന്താ പേടിച്ചിട്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റണില്ല കുറെ വീഡിയോ. പിന്നെ എന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം, എല്ലാം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നതും ഒക്കെ. അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മളെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.